അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ റെഡിയാക്കിയാലോ? നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് പാലക്കറിയാണ് കേട്ടോ. അപ്പോൾ പാലക്കറീൻ്റെ റെസിപ്പി നോക്കാം. ഞാൻ ആദ്യം ചുമന്നപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ പരിപ്പായി വരട്ടെ. അപ്പോൾ അതിന് നമുക്ക് ബീട്രൂട്ട് തോരനെ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, നമുക്ക് അത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രൈൻഡായി വന്നിട്ടുണ്ട്. നമുക്കതിന് ചമ്മന്തി റെഡിയാക്കാം കേട്ടോ. കുറച്ച് തേങ്ങ, 2-3 പച്ചമുളക്, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്യാം. പിന്നെ പാന് സ്റ്റം വെച്ചിട്ടുണ്ട്. ഇപ്പം പാനിന്ന് ചൂടായി വരട്ടെ. നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. കുറച്ച് കടുക്, പിന്നെ നമ്മൾ ബീട്രൂട്ട് കേട്ടോ, പിന്നെ നമ്മുടെ ചമ്മന്തി നന്നായി മിക്സ് ആക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണേ. പിന്നെ കറിവേപ്പില. 5 മിനിറ്റ് അടച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പാലക്കറിക്കുള്ള അരപ്പുണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ, കുറച്ച് ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ജീരകം കേട്ടോ. ഗ്രൈൻഡ് ചെയ്യാം. അരപ്പ് ഗ്രൈൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ആക്കാം. അപ്പോൾ തിളച്ച് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പാലക്കറി നല്ല ടേസ്റ്റി ഉണ്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. എല്ലാവരും അപ്പോൾ പാലക്കറി ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് പാലക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ പാലക്കറി. പാലക്കൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പാലക്ക് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. പാലക്കറി വറവിടാൻ നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കണം കേട്ടോ. പാനിക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇട്ടെടുക്കാം. കടുക് പൊട്ടി വരട്ടെ കേട്ടോ. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ പാലക്കറിയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ മത്തിയാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ നമുക്ക് കുക്കാവുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കുക്കായി വന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത അയില പൊരിക്കാം. ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ, അതുവരെ വെയിറ്റ് ചെയ്യാം. വലിയ അയില ഉണ്ടോ കിട്ടിയിട്ടുള്ളത് ഞങ്ങൾക്ക്. അത് ഫ്രൈ ആയി വരട്ടെ, അത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഇത് ഗ്രൈൻഡ് ചെയ്ത് വരട്ടെ കേട്ടോ. ചമ്മന്തി റെഡി ആയി, നമ്മൾ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. അതിൽ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അപ്പോൾ ഈ സൈഡ് കുക്കായി വരട്ടെ കേട്ടോ. ഇത് കുക്കായി വരട്ടെ. അപ്പം നമുക്ക് പപ്പടം പൊരിക്കാം കേട്ടോ. ചട്ടി ചൂടായി, നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അയല കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.